ഇതിൽ ആന്റണി രാജു MLA പ്രതിയായിട്ടുള്ള തൊണ്ടിമുതൽ കേസിൽ അല്പസമയത്തിനകം തന്നെ വിധി വരും എന്നുള്ളതാണ്, ശിക്ഷാവിധി വരും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് കോടതിയിലാണ്. നെടുമങ്ങാട് കോടതിക്ക് മുമ്പിൽ അല്പസമയത്തിന് മുമ്പ് തന്നെ ആന്റണി രാജു വന്നിറങ്ങുമ്പോൾ KSUവിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ തൊണ്ടിമുതൽ കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ബാനറൊക്കെ പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. അതിന് എതിരെ മറുപടിയും പറയുന്നുണ്ട് ആന്റണി രാജു. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രതികരണങ്ങളും ആന്റണി രാജു നൽകി. കോടതിയിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കേസ് നടപടികൾ വീണ്ടും തുടങ്ങിയത്. ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരാകാതിരുന്നിട്ടില്ല. പക്ഷേ താൻ കോടതിയിൽ ഹാജരായില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. എന്തായാലും ഹൈക്കോടതി വിജിലൻസ് റിപ്പോർട്ടിന്മേൽ 3 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൾ ഉണ്ടായത്. താൻ നിരപരാധിയാണ്, 2005 പെടുന്നതിന് തനിക്കെതിരെ കേസ് വരികയായിരുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപാണ് അന്ന് ഈ കേസ് വന്നത് എന്നീ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് നിരപരാധികളും ശിക്ഷിക്കപ്പെടും, അതിന്റെ അവസാന ഇരയായിരിക്കും താൻ എന്നുള്ളതാണ് ആന്റണി രാജു പറഞ്ഞു വെച്ചത്. അതിനുശേഷം ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി കോടതിയിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ള കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവ് ഉണ്ടാക്കൽ, വ്യാജരേഖ ചമക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന, അതുപോലെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ചില വകുപ്പുകൾ. വഞ്ചന, പൊതുസേവകന്റെ നിയമലംഘനം, 468 വകുപ്പ് ഒക്കെ തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാവിധി അല്പസമയത്തിനകം വരും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടിവസ്ത്രത്തിന്റെ അളവ് പോലും വെട്ടിക്കുറച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുകയും വിദേശ പൗരനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്റണി രാജുവിനെതിരെ ഉയർന്നു വന്ന ആരോപണം. എന്തായാലും നിലവിൽ ഈ ആന്റണി രാജു കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ ശിക്ഷാവിധി എന്ത് എന്നുള്ളത് കേൾക്കുവാൻ വേണ്ടി കോടതിയിൽ അല്പസമയം മുമ്പാണ് അദ്ദേഹം വരികയും പ്രതികരിക്കുകയും ചെയ്തത്. ദിൽന, റിനു, സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും ആന്റണി രാജു ഈ വിഷയത്തിൽ നടത്തിയതാണ്, സുപ്രീം കോടതി വരെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ താൻ നിരപരാധിയാണ് എന്ന് അല്പം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും തനിക്കിതിൽ ഇനിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, കോടതിയിൽ ഇനി ഇത് ബോധിപ്പിക്കാൻ, തന്റെ നിരപരാധിത്വം ബോധിപ്പിക്കാൻ സാധിച്ചില്ല, രാജ്യത്തെ നിയമവ്യവസ്ഥ പാലിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് പൂർണ്ണമായും ഇത് നേരിടുക എന്നത് മാത്രമാണ് എന്നൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഏത് രീതിയിലുള്ള ഒരു ശിക്ഷാവിധിയാണ് കോടതി ഈ സമയത്തിനകം ഈ കേസ് പരിഗണിക്കുമ്പോൾ ശിക്ഷാവിധി തന്നെയാണോ, അതോ അതിനോടൊപ്പമായിരിക്കുമോ ഈ അപേക്ഷ, അതായത് പ്രോസിക്യൂഷന്റെ അപേക്ഷയുണ്ടല്ലോ മേൽക്കോടതിയിലേക്ക് ശിക്ഷാവിധി വിധിക്കുന്നത് മേൽക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടണം എന്ന അപേക്ഷ, അത് അപ്പോഴായിരിക്കുമോ പരിഗണിക്കുക? ഇതിലെ 2 സാഹചര്യങ്ങളാണ്. ഒന്നുകിൽ ശിക്ഷാവിധി, ഇല്ലെങ്കിൽ ഈ 10 വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉള്ളതിനാൽ നെടുമങ്ങാട് കോടതിക്ക് ശിക്ഷാവിധി പറയാൻ അധികാരമില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ അറിയിക്കും. അതായത് മേൽക്കോടതി ഈ കേസിൽ വിധി പറയണം എന്നുള്ള ഒരു ആവശ്യം അപേക്ഷയായി തന്നെ നൽകും. അതിലൊരു വിധിയും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താകും എന്നുള്ളത് അല്പസമയത്തിനായിരിക്കും നമുക്ക് നൽകാൻ കഴിയുക. എന്തായാലും 1990-ലാണ് കേസിനാസ്പദമായ സംഭവം. ലഹരി മരുന്നുമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിദേശി പിടിയിലാകുന്ന സാഹചര്യം. ഇയാളെ തിരുവനന്തപുരം ജില്ലാ കോടതി 10 വർഷത്തേക്കാണ് അന്ന് ശിക്ഷിച്ചത്. ആ കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ എത്തുമ്പോഴാണ് ഈ തിരിമറികളെല്ലാം തന്നെ നടന്നത് എന്നുള്ളത് നമുക്കിതിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമൊക്കെ തന്നെ അറിയാവുന്നതാണ്. എന്തായാലും ഇതിൽ തിരിമറി നടത്തി എന്നുള്ളത് കോടതി കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കോടതി അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് മേൽക്കോടതി ഇതിൽ ശിക്ഷ പറയണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അപേക്ഷയിന്മേലുള്ള ഒരു വിധിയായിരിക്കാം ചിലപ്പോൾ ഈ കോടതി അല്പസമയത്തിനകം പറയുക. പക്ഷേ ശിക്ഷാവിധി പറയാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിയമവിദഗ്ധർ അടക്കം പറയുന്നത്. എന്തായാലും വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. നിലവിൽ MLA ആണ് ആന്റണി രാജു, മുൻ മന്ത്രിയായിരുന്നു, KSRTC ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ KSU ഉൾപ്പെടെ, KSUവിന്റെ നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ ഈ കോടതിക്ക് മുന്നിലെത്തി ആന്റണി രാജുവിനെ തടയുന്ന ഒരു സാഹചര്യം, ബാനർ കെട്ടി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സെക്രട്ടേറിയറ്റ് പഠിക്കലും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലും ആന്റണി രാജുവിനെതിരെ വലിയ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടി ഉയരുന്നുണ്ട്. താൻ പറഞ്ഞത്, അല്ലെങ്കിൽ താൻ ഒരു നിരപരാധിയാണ്, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടും, അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഏറ്റവും അവസാനത്തെ ഇരയാണ് താൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങളുടെ അടുത്ത് നിന്ന് ആന്റണി രാജു അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ അല്പസമയത്തിന് മുമ്പ് ഈ കോടതിയിലേക്ക് പോയത് എന്നുള്ള വിവരമാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി ഉണ്ടാകുക, അപേക്ഷയിന്മേലുള്ള വിധി ആവാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ശിക്ഷാവിധി ഉണ്ടാകുമോ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ദിൽന.
റിനു, എന്തായാലും ശിക്ഷാവിധി എന്താകുമെന്ന് തന്നെയായിരിക്കുമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അപേക്ഷയുടെ പേരിലാണോ അതോ ശിക്ഷാവിധി തന്നെ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് വരും നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. രാവിലത്തെ കോടതി വിധി പരിശോധിക്കുകയാണെങ്കിൽ 409 IPC 409 ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ തെളിഞ്ഞു, ഏതൊക്കെ വകുപ്പുകളിൽ കുറ്റക്കാരനാണ് അദ്ദേഹം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? തെളിഞ്ഞ വകുപ്പുകൾ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, അതുപോലെ തന്നെ കള്ളത്തെളിവുണ്ടാക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന. ഒഴിവാക്കിയ വകുപ്പുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വഞ്ചന, പൊതുസേവകന്റെ നിയമലംഘനം, അതുപോലെ തന്നെ 468 വകുപ്പ് എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കോടതിയിൽ നിന്ന് ലഭിക്കുന്നവർ. എന്തായാലും അല്പസമയത്തിനകം തന്നെ അന്തിമമായിട്ടുള്ള വിധിയുണ്ട്. നമ്മുടെ മനീഷ് കോടതിക്കകത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ അന്തിമമായിട്ടുള്ള കോടതി നടപടികൾ ആരംഭിച്ചു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. 2:45 ഈ വിധി ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതി ഈ കേസിന്മേലുള്ള വിധി അല്ലെങ്കിൽ അപേക്ഷയിന്മേലുള്ള വിധി പറയും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി വരും. എന്തായാലും ഈ വ്യാജ തൊണ്ടി മുതൽ ഹാജരാക്കി ഈ പ്രതിയെ രക്ഷിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ മന്ത്രി അല്ലെങ്കിൽ നിലവിലെ MLA, ഇടതുപക്ഷ ഘടകകക്ഷിയുടെ MLA ആണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം വരാൻ സാധ്യതയുണ്ട്. നെടുമങ്ങാട് കോടതിക്ക് മുന്നിലടക്കം വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ആന്റണി രാജുവിനെ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ പോയി സെക്രട്ടേറിയറ്റ് പടിക്കലടക്കം ഇപ്പോൾ ഇതാ കോലം കത്തിക്കുന്നു. MLA കോലം കത്തിച്ച് അടിവസ്ത്രവും തൂക്കിയുള്ള ഒരു കോലം കത്തിക്കലാണ്, ഒരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു കോൺഗ്രസ്. ഇപ്പോൾ ഇതാ കോടതി നടപടികൾ ആരംഭിച്ചു എന്നുള്ള ഒരു വിവരവും നമുക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ വിധി നെടുമങ്ങാട് കോടതി പറയുമോ അതോ മേൽക്കോടതിയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ നൽകിയ ഈ ഒരു അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ കേസ് വിധി പറയുമോ അല്ലെങ്കിൽ മേൽക്കോടതി മറ്റേതെങ്കിലും മേൽക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പറയുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. നിലവിൽ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 10 വർഷത്തിലധികം ശിക്ഷ നൽകുന്ന കേസാണെങ്കിൽ നെടുമങ്ങാട് കോടതിക്ക് വിധി പറയുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ മേൽക്കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാവിധി പറയുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്തിമമായിട്ടുള്ള ഈ അപേക്ഷയിന്മേലുള്ള ഒരു വിധി വരും എന്നുള്ളതാണ്. അതോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശിക്ഷാവിധി പറയുമോ കോടതി നേരിട്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് വിവരം നൽകാൻ കഴിയും. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരൻ എന്നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി രാവിലെ വിധിച്ചത്. ഇതിന്റെ ശിക്ഷാവിധി വളരെ നിർണായകമാണ്. പക്ഷേ ശിക്ഷ വിധിക്കുന്നത് മേൽക്കോടതിക്ക് ഇവിടെ പരിഗണനയ്ക്ക് വിടണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ്. ശിക്ഷാവിധി ഉണ്ടാകുമോ അതോ ഈ അപേക്ഷയിന്മേൽ പ്രോസിക്യൂഷന്റെ അപേക്ഷയിന്മേൽ നടപടി ഉണ്ടാകുമോ തീരുമാനമുണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നത്. റിനു, ഈ കേസിൽ ഗുരുതരമായ കുറ്റങ്ങൾ തെളിഞ്ഞ സാഹചര്യത്തിൽ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ 2 വർഷത്തിലധികമാണ് അദ്ദേഹത്തിന്റെ ശിക്ഷാവിധിയെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചാൽ മാത്രം പോരാ, തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ, അതായത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അതിന് കൂടെ ഏറ്റവും നിർണായകമായ ഒരു ശിക്ഷാവിധിയാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു വിധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകമാണ് അദ്ദേഹത്തിന്. അത് മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പ് വർഷമാണ്. അദ്ദേഹം നിലവിൽ മന്ത്രിയല്ല, പക്ഷേ മുൻ മന്ത്രിയായിരുന്നു. നിലവിൽ ഭരണകക്ഷിയുടെ MLA ആണ്. എത്രത്തോളം നിർണായകമാണ് സർക്കാരിനും ആന്റണി രാജുവിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും? അതിൽ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ LDFന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി, ഘടകകക്ഷിയായിട്ടുള്ള ഒരു നേതാവ്, മുൻ മന്ത്രി, നിലവിലെ MLAക്കെതിരായിട്ടുള്ള ഒരു ശിക്ഷാവിധി വന്നു കഴിഞ്ഞാൽ നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് നിയമവിദഗ്ധരടക്കം. കാരണം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷ വിധിച്ചാൽ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകും. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ? ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ മത്സരിക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രതികളാണുള്ളത്. ഇവർ 2 പേരും കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ആയിട്ടുണ്ട്. നിലവിൽ ഈ വിധി അപേക്ഷയിന്മേലുള്ള വിധി പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ശിക്ഷാവിധി പറയുന്നതിന് വേണ്ടി കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് മനീഷ് നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി ഉണ്ടാകും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ തൊണ്ടി മുതൽ തിരിമറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്റണി രാജു MLA, മുൻ മന്ത്രി,
കുറ്റക്കാരാണ് എന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ചില വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് എടുത്തതിനു ശേഷം അദ്ദേഹം പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഈ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അടക്കമുള്ള ആരോപണങ്ങളാണ്. ഒപ്പം താൻ നിരപരാധിയാണ്, നിരപരാധികളും ശിക്ഷിക്കപ്പെടും, അത്തരത്തിൽ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു ഇരയാണ് താൻ, അത്തരത്തിലൊരു കേസാണ് വിധിയാണ് എന്ന് വന്നത് എന്ന് അടക്കമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും. പറഞ്ഞതിനു ശേഷം ഈ കോടതിയിലേക്ക്, നെടുമങ്ങാട് കോടതിക്കുള്ളിലേക്ക് അദ്ദേഹം ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി പോവുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രതികളുണ്ട്. ഈ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ കേസിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ മാസം 16-നാണ് പൂർത്തിയായത്. തുടർന്ന് ഇന്ന് ശിക്ഷാവിധി പറയുന്നതിന് അല്ലെങ്കിൽ ഈ കേസിലെ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. 29 സാക്ഷികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. 19 പേരെ ഇതിനോടകം വിസ്തരിക്കുകയും ചെയ്തു. മരണവും രോഗം എന്നിവ മൂലം 8 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്തു. 90 കാലഘട്ടത്തിലാണ് ഈ കേസ് നടന്നത്. എന്തായാലും നിലവിൽ എല്ലാ രീതിയിലുള്ള തെളിവുകളും കോടതി പരിശോധിച്ചതിനു ശേഷമാണ് ഈ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവുണ്ടാക്കൽ, വ്യാജരേഖ ചമക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസവഞ്ചന തുടങ്ങി കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. നിലവിൽ അല്പസമയത്തിനകം തന്നെ ഈ ശിക്ഷാവിധി അല്ലെങ്കിൽ ഈ അപേക്ഷയിന്മേലുള്ള വിധി ഉണ്ടാകും. നിർണായകമായ കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിൽ വലിയ ഗുരുതര വകുപ്പുകൾ ഉള്ളതിനാൽ തന്നെ ശിക്ഷാവിധി മേൽക്കോടതി പറയണമെന്ന പ്രോസിക്യൂഷൻ അപേക്ഷ ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. ഈ വാർത്തയിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിലേക്ക് തിരിച്ചു വരാം. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.